ഞാനേ ക്ലീനിങ് ആണ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലീനിങ്ങിൽ വേറെയും പെടും. എന്താണെന്നറിയോ, നമ്മളെ ഈ പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് അവരെ റൂമിലെല്ലാം ഒന്ന് കയറണം. ഞാൻ എൻ്റെ വീട്ടിലൊരു റൂം ഒരു ദിവസം പരിശോധിച്ചു. ഒരു ഗുളിക, ഞാൻ പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യാനൊന്നുമില്ല, അതും എനിക്കറിയാം. നേരിട്ട് ഒരാളോട് ചോദിച്ചു. അന്നേരം പറഞ്ഞത് അസിഡിറ്റീൻ്റെ ഗുളികയാണ്. സമാധാനം. എനിക്കത്രേ പറയാനുള്ളൂ. എന്തെന്നറിയാം, നമുക്ക് പാത്രം അടിക്കാൻ ആളെ കിട്ടും, തുടക്കാൻ ആളെ കിട്ടും. ഇച്ഛൻ്റെ വിരുത്തി നമുക്കിപ്പോൾ എല്ലാറ്റിനും ആയത്, നമുക്കൊന്നും നമ്മൾ വറീഡാവേണ്ട. പക്ഷേ നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്ത ചില നഷ്ടങ്ങളായിരിക്കും നമ്മളെ ജീവിതത്തിൽ പതുക്കെ സംഭവിക്കുക. അതുകൊണ്ട് മക്കളെ ബെഡ്റൂമിൽ ആഴ്ചക്ക് ഒരിക്കൽ കയറാം, അവരെ കിടക്കേൻ്റെ അടി, തലേണേൻ്റെ ഉറേൻ്റെ ഉള്ളിലെല്ലാം പരിശോധിക്കണം. ഷെൽഫ് ഇപ്പോൾ എല്ലാവരും എൻ്റെ മോൻ്റെ റൂം, എൻ്റെ മോളെ റൂം, ഇത് മോളെ ഷെൽഫ്, മോൻ്റെ ഷെൽഫ്. ഞങ്ങളങ്ങനെ വരാറൊന്നുമില്ല. ഇത് അവരെ ബെഡ്റൂമാണ്, ഇത് അവരെ പ്രൈവസി, ഇത് അവരെ ലോകം. ഇതെല്ലാം എന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്ന കുറേ ടീമുണ്ട്. പിന്നെ ഇവർ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും, ഇവരേടെല്ലാം കയറി ഇറങ്ങുന്നുണ്ടാവും. ഇതൊന്നും നമ്മളറിയില്ല. നമ്മളറിയുമ്പോഴേക്ക് നമ്മളെ കൺട്രോളിൽ നിന്ന് വിട്ടിട്ടുണ്ടാവും. പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളെ മക്കളെ റൂമോ, മക്കളെ ഷെൽഫോ, മക്കളെ ബാഗോ, കോളേജിൽ കൊണ്ടുവന്ന ബാഗോ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ, എന്തെങ്കിലും ഒരു വഴിതെറ്റൽ നമ്മൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ? അല്ലേ? അതാരും ചിന്തിക്കുന്നില്ല. അവർക്കൊരു വലിയ പ്രൈവസി ഉണ്ടാക്കി കൊടുക്കുക. അവരെന്തോ ഭയങ്കരമായിട്ടാണ്. ഏറ്റവും പ്രശ്നം എന്താണെന്നറിയാം, നമുക്ക് കിട്ടാത്തതെല്ലാം മക്കൾക്ക് കിട്ടിക്കോട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി. നമുക്ക് കിട്ടിയതിനെ കൊണ്ട് നമുക്ക് വലിയ മോശമൊന്നും വന്നിട്ടില്ല. പക്ഷേ നമുക്ക് കിട്ടാത്തത് നമ്മളെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ സമൂഹത്തിൽ. ഈ നമുക്ക് കിട്ടാത്തത് അധികം നമ്മൾ കൊടുക്കാൻ നിൽക്കരുത്. നമുക്ക് കിട്ടിയത് നമ്മൾ കൊടുത്താൽ മതി. നമ്മൾ കിട്ടിയത് മാത്രമേ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടൂ. പിന്നെ വിദ്യാഭ്യാസം കൊടുക്കാം. നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കാം. വേറെ ഒന്നും നമുക്ക് കിട്ടാത്തതൊന്നും നമ്മൾ കൊടുക്കണ്ട. ആഴ്ചയിൽ ഒരു ഡ്രസ്സ്, ഒരുക്കിയിട്ട ഡ്രസ്സ് പിന്നീടില്ല. എന്തിത് ഇങ്ങനെ എന്തെല്ലാം നടക്കുന്നുണ്ട്. അടുക്കളയിൽ കാണുന്നില്ല, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കാണുന്നില്ല. മോൻ്റെ ബെഡ്റൂമിൽ ചിക്കനും പൊറോട്ട എത്തിച്ചാലേ നമ്മളറിയൂ. കോളിംഗ് ബെല്ലടിക്കുമ്പോൾ, പാഴ്സൽ വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ നമ്മളറിയൂ അല്ലേ? എൻ്റെ വീട്ടിൽ ഇതൊന്നുമില്ലേ? എൻ്റെ വീട്ടിൽ ഈ മാതിരി പരിപാടികളൊന്നുമില്ല. ഓൺലൈൻ സാധനം വരുത്തൽ, ഹോട്ടൽ ഫുഡ് ഓർഡർ ചെയ്യലൊന്നും എൻ്റെ വീട്ടിലില്ല. ഓൺലൈൻ സാധനം വരുത്തലില്ല, ഹോട്ടൽ ഫുഡ് വരുത്താറില്ല. പിന്നെ എൻ്റെ വീട്ടിൽ ഒരു റൂം ലോക്ക് ചെയ്യാറില്ല. ഇവിടെ ഒരാൾക്കും സെപ്പറേറ്റ് പൈസയില്ല. എല്ലാവരും പൈസ ഒന്നാണ്. ഇവിടെ എല്ലാവരും പൈസ ഒന്നാണ് എൻ്റെ വീട്ടിൽ. ഒരാൾക്കും വേറെ ഒന്നുമില്ല. പിന്നെ കിടന്നുറങ്ങാം. പിന്നെ വാതിൽ ഉള്ളിന്ന് കുറ്റിയിട്ടിട്ട് ഉറങ്ങുന്ന ആരും ഇപ്പം ഇല്ല. അങ്ങനെ ഒരു പ്രൈവസി വന്നാൽ അവർ ചെയ്യും. പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെട്ടല്ലോ. അവരിപ്പോൾ ഒരു ഫാമിലിയിലായിട്ട് ഒരു റൂം കിടക്കുന്നത്, നമ്മൾ തട്ടാനും മുട്ടാനൊന്നും പോകുന്നില്ലല്ലോ. അവരവരുടേതായ ലോകത്ത് അന്തസ്സായിട്ട് ജീവിച്ചോട്ടെ, എൻജോയ് ചെയ്ത് ജീവിച്ചോട്ടെ. പക്ഷേ ചില സമയത്ത് നമ്മൾ പിടിക്കേണ്ടടുത്ത് പിടിക്കണം.
ഈ പിടിക്കേണ്ടടുത്ത് പിടിക്കേണ്ട സമയത്ത് പിടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അതിൽ അവരെ സമ്മതമോ നാട്ടുകാരെ സമ്മതമൊന്നും നമ്മൾ നോക്കണ്ട. ഓ എന്ത് സംഭവിക്കോ എന്തോ, കയറി ഇവൻ എന്ത് വിചാരിക്കും, ഇവളാരി മക്കളല്ലേ. നമ്മൾ ആ ഒരു ഫ്രീഡം വേണം. നമുക്ക് മക്കളെ റൂമിലേക്ക് കിടക്കുമ്പോൾ കയറി പോകാനും എന്താന്ന് ചോദിക്കാനും വേണമെങ്കിൽ നിങ്ങൾ കയറി പോകുമ്പോൾ ഒന്ന് വിളിച്ചിടോ. ഇപ്പം മോൻ്റെ റൂം മേലെയാണ്, ഒന്ന് സ്റ്റെപ്പിന്നെ വിളിച്ചോ മോനേന്ന്. അത് നമുക്ക് ആവശ്യമാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറി പോവാനോ അല്ലെങ്കിൽ അത് എൻ്റെ മോൻ്റെ റൂമാണ്, ഞങ്ങൾ ഇങ്ങോട്ട് വരാറില്ല, ഇത് അവൻ്റെതായ ഒരു ലോകമാണ്. മക്കൾക്ക് ബെഡ്റൂം ഉണ്ടാക്കില്ലല്ലോ എന്തോ ഒരു വലിയ ക്രെഡിറ്റ്. പണ്ട് കാലത്ത് ബെഡ്റൂം കിട്ടുന്നത് എപ്പാണ്? 10-30 വയസ്സായി കല്യാണം കഴിച്ചതിന് ശേഷമല്ലേ ബെഡ്റൂം കിട്ടുന്നത്. പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോകുന്നവരെ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെയല്ലേ? അല്ലേ? എന്തെങ്കിലും അതിന് കൂടിപ്പോയാൽ പ്രേമിക്കും. ഇതിൻ്റെ അപ്പുറമൊന്നും ചെയ്യൂലല്ലോ പണ്ട് അതല്ലേ നടന്നിട്ടുള്ളൂ. ഒന്നിക്കലൊരു കത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഒരു പ്രേമിക്കും. അത് പറ്റാത്തതാണെങ്കിൽ നമ്മൾ വീട്ടുകാർ പറഞ്ഞാൽ അതവിടെ വെച്ചിട്ട് നമ്മളെ മക്കൾ സ്റ്റോപ്പ് ചെയ്യും. അല്ല ഇനി ഒട്ടും പറ്റാത്തതാണെങ്കിൽ ചിലപ്പോൾ മക്കൾ അവതരിപ്പിക്കുകയില്ല. ഒരുപാട് കേസ് അങ്ങനെ ഉണ്ട്. ഇപ്പം അതല്ല, അതിൻ്റെ എല്ലാം ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം എൻ്റെ മോളെ റൂമിൽ നിന്ന് ഒരു ഗുളിക കിട്ടിയാൽ അത് ഞാൻ ചോദിക്കും. ചിലപ്പോൾ അസിഡിറ്റിൻ്റെതാവാം, ചിലപ്പോൾ മൈഗ്രെയിൻ്റെതാവാം. ഞാൻ ചോദിക്കും. അറിയാത്തൊരു പാക്കറ്റ്, എന്ത് പാക്കറ്റ് കണ്ടാലും ഞാൻ ചോദിക്കും. ഓൺലൈൻ വഴി വരുത്താനൊന്നും ഇവിടെ അനുവാദമില്ല. ഓൺലൈൻ ഫുഡ്, ഓൺലൈൻ ഡെലിവറി ഒന്നും ഇവിടെ ഇല്ല. സമ്മതമില്ല, എൻ്റെ സമ്മതമില്ല. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ സമ്മതമില്ല. നേരം ചോദിക്കും നീ ആരെയെന്ന്. ഞാൻ ആരോ അല്ലയോ. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ചെയ്യുന്നതും ചെയ്യാത്തതും അവരെ സൗകര്യം. ഞാൻ കയറാത്ത റൂമിൽ ഞാൻ ആഴ്ചയിലൊരിക്കൽ കയറും. ബെഡ് നോക്കും, ഷെൽഫ് നോക്കും, ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കും, ബെല്ലൊന്നും നോക്കും. ഇതേപോലെ കാണാത്ത, നമ്മൾ പാവങ്ങളൊന്നും അറിയാത്തവരല്ലേ, വയസ്സായവർ. അപ്പോൾ എന്തെങ്കിലും അറിയാത്തൊരു സാധനമെല്ലാം കണ്ടാൽ ഞാൻ നോക്കും. പിന്നെ അതേപോലെ പലതും ഞാൻ ഇപ്പം എനിക്കറിയാത്തൊരു സംഭവം കണ്ടാൽ ഞാൻ എൻ്റെ അടുത്ത ഒരാളായിട്ട് ചോദിക്കാനും മടി കാണിക്കാത്ത ആളാണ്. ഇതെന്താടി സാധനം മക്കളോടും ചോദിക്കും. അപ്പം ആ ഒരു സംഭവം പല വീട്ടിലും നടക്കുന്നില്ല. ഇവർക്ക് നല്ല AC ഉള്ള ബെഡ്റൂമും കുഷ്യനും 2 ടൈപ്പ് മൊബൈലും ഓൺലൈൻ ഫുഡ് വന്ന് ബെല്ലടിക്കുമ്പോൾ അറിയുന്ന പാരൻസ് വിചാരിക്കും അത്രയും നമുക്ക് ശല്യമില്ലല്ലോ, എന്തുമായിക്കോട്ടെ. നമുക്ക് നമ്മളതായ ഒരു ലോകം, ഈ നമ്മളതായ ലോകം സൃഷ്ടിക്കുന്നതിൽ നമ്മൾ ആജീവനാന്തം വിഷമിക്കുന്ന, കരയുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ ആരെ ശ്രദ്ധയിൽ വരില്ല, ഒരാളെ ശ്രദ്ധയിൽ വരില്ല. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയിട്ടോ മക്കളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ പലതും ചെയ്യാം. ഇപ്പം എനിക്ക് എൻ്റെ ശരിക്കുള്ള സമയത്ത് ചെയ്യാനായോ എന്ന് ചോദിച്ചാൽ പറ്റിയില്ലെങ്കിലും നമ്മൾ പറ്റുന്ന സമയം മുതലെങ്കിലും ഇതുമാതിരി കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം ഇതൊന്നും നോക്കാത്ത പലരും ഉണ്ടാവും. ചിലയാളെ സാഹചര്യമായിരിക്കും, ചിലയൊക്കെ സൗകര്യം കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം, ചിലക്കൂട്ട് സാഹചര്യം ഇല്ലാണ്ടായിരിക്കാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിനൊന്നും ചിലവില്ലല്ലോ. മക്കളെ ഡ്രസ്സിൻ്റെ ഷെൽഫ്, മക്കളെ ടേബിള്, മക്കളെ ബെഡ്ഷീറ്റ്, ബെഡ്, ബാത്റൂം, നമുക്കെല്ലാറ്റിലും ഒരു കണ്ണ് വേണം. അത് ഇനിയെങ്കിലും വേണം. ഇതെനിക്ക് തോന്നിയൊരു ചെറിയ കാര്യമാണ്. നിങ്ങൾക്കിത് ചെറിയ കാര്യമായിട്ടോ വലിയ കാര്യമായിട്ടോ നിങ്ങളെങ്ങനെ വേണം എടുത്തോ. ഞാൻ അത്യാവശ്യം ഒരു ഏരിയ കവർ ചെയ്യുന്ന ആൾ തന്നെയാണ് ഒരു വീട്ടിൽ. ഓക്കെ, എന്ന് വെച്ച് ഇനി നാളെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ചെയ്യേണ്ട കാര്യം നമ്മൾ ഇന്നിങ്ങനെ ചെയ്തു വരുന്ന പറ്റുന്ന എല്ലാ ദിവസവും ഇങ്ങനെ ഭയങ്കര സൂപ്പർ ക്ലിനിക്കായിട്ട് വെക്കുന്നൊന്നും അല്ല. എപ്പോഴാണോ കയറുന്നത് ജസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കയറി ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും
ഏത് ബെഡ്റൂമിലേക്കും നമുക്ക് എപ്പോഴും കയറിപ്പോവാനുള്ളൊരു സ്വാതന്ത്ര്യവും, അതേപോലെ പൈസ എല്ലാവരും പൈസയും കോമൺ ആയിട്ട് യൂസ് ചെയ്യാനും, ഒരാൾക്കൊരു പാഴ്സൽ ഫുഡ് ഒരാൾക്ക് വേറൊന്ന് അങ്ങനെയൊന്നുമില്ല. കഞ്ഞിയാണെങ്കിൽ എല്ലാവർക്കും കഞ്ഞി, ബിരിയാണി ആണെങ്കിൽ എല്ലാവർക്കും ബിരിയാണി, അങ്ങനെ അത് വേണം. അപ്പം എനിക്ക് പരിശോധിച്ചിട്ട് കിട്ടിയത് അസിഡിറ്റീൻ്റെ ഗുളികയാണ്. മതി, ഞാനതിൽ തൃപ്തിയാണ്. കീപ് ഇറ്റ് അപ്പ്. പ്ലീസ് വാച്ച് മൈ യൂട്യൂബ് ചാനൽ ശ്രീലുമൈ ലൈഫ്.